എപ്പോഴും കുക്കിംഗ് ചെയ്യുമ്പോൾ കിച്ചൺ എപ്പോഴും നമുക്ക് മിസ്സായിട്ട് ആവാറുണ്ട്. സോ എല്ലാവർക്കും അറിയാം, കുക്കിംഗിന് ശേഷം നമുക്ക് ക്ലീനിങ് തന്നെ കുറേ സമയമെടുക്കും. ചിലപ്പോൾ കുക്കിങ്ങിന്റെ കാട്ടിൽ സമയമാണ് ക്ലീനിങ് ചെയ്യും. അതിനിപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ ടിപ്പ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നു. നമ്മൾ എപ്പോഴും കുക്കിംഗ് ചെയ്യുമ്പോൾ വെജിറ്റബിളിന്റെ വേസ്റ്റ് ഒക്കെ എപ്പോഴും ഒരു പ്ലേറ്റിൽ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പേപ്പറോ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഒരു ചെറിയ ബോക്സിൽ നമ്മൾ കളക്ട് ചെയ്യുക. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരുമിച്ച് കുക്കിംഗ് ചെയ്യും. സോ അതിനുള്ള വെജിറ്റബിൾസ് കട്ടിങ് എല്ലാം കിച്ചൺ വേസ്റ്റ് ഒക്കെ കുറേ ഉണ്ടാവും. സോ അതൊക്കെ എല്ലാം ടുഗെദർ ആയിട്ട് ഒരു പ്ലേറ്റിൽ അങ്ങ് കളക്ട് ചെയ്തിട്ട് പിന്നെ ഒരുമിച്ചിട്ട് നമുക്കത് പോയി കളയാം. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിച്ചൺ കൗണ്ടർ എപ്പോഴും ക്ലീൻ ആയിട്ടുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, കുക്കിംഗ് കഴിഞ്ഞ ആഫ്റ്റർ കുക്കിംഗ് നമുക്ക് ക്ലീനിങ് ചെയ്യാനും നമുക്ക് എളുപ്പമാണ്. സോ അത്ര വലിയ കുറേ സമയം എടുക്കില്ല ക്ലീനിങ് ചെയ്യാൻ. സോ ഞാൻ എപ്പോഴും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ ആഫ്റ്റർനൂണിലുള്ള വെജിറ്റബിൾസും ഓർ നൈറ്റിനുള്ള വെജിറ്റബിൾസ് ഒക്കെ എന്താ വെച്ചാൽ ഞാനത് കട്ട് ചെയ്തിട്ട് ഒരുമിച്ച് കഴുകി വെക്കാറുണ്ട്. സോ ഇങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് കട്ടിങ് ഒരുമിച്ചിട്ട് ഫിനിഷ് ആവും. പിന്നെ എനിക്ക് ക്ലീനിങ്ങും എനിക്ക് അത്ര ഉണ്ടാവില്ല. സോ കുക്കിംഗ് ശേഷം നമുക്ക് അത്ര വലിയ ക്ലീനിങ് കുറെ സമയം എടുക്കില്ല. സോ ഞാൻ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും അപ്പൊ എന്റെ കിച്ചൺ കൗണ്ടർ നല്ല നീറ്റ് ആയിട്ടുണ്ടാവും. സോ ഇങ്ങനെ നമ്മൾ കിച്ചൺ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിച്ചൺ കൗണ്ടർ എപ്പോഴും നല്ല നീറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ പണിയും നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ആവും. സാധനങ്ങളൊന്നും അവിടെ ഇവിടെയും അങ്ങനെ ഉണ്ടാവില്ല. സോ ഇതൊരു ചെറിയ ഹാബിറ്റാണ്, പക്ഷെ കിച്ചൺ നീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഈ ഒരു ചെറിയ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു.